നമസ്കാരം. ഇയാളുടെ എല്ലാ സ്വാഗതം. ഞാൻ ഇവനെ മുമ്പ് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര മാസം നമ്മൾ ട്രെയിൻ ചെയ്തത്? അത് 4 മാസം. ഇപ്പം എത്ര വയസ്സായി? ഇപ്പോൾ 1 year 2 months. അപ്പോൾ 8 മാസം ഗ്യാപ്പായി. ഞാനിവൻ 4 മാസത്തിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ ചെയ്തിപ്പോൾ 1 year 2 months ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടി ഇതിന് കുറച്ച് ഗുരുത്തൊക്കെ ഉണ്ട്, അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവൻ എങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഇവനെ ഇപ്പം എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊരു കാര്യം ചെയ്യാം. നമുക്ക് ഓണർ പരിചയപ്പെടാം. ഒന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ. എൻ്റെ പേര് ടെറിൻ, ഞാൻ എഞ്ചിനീയറാണ്. ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്നത്. പെറ്റുള്ളത് ബ്രൂണോ എന്ന് പറയും. ഓൾറെഡി 4 months സച്ചിൻ ബ്രോ തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ വിത്ത് ലീഷായിരുന്നു. ഇപ്പം കുറച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പോകും. അതായത് ലീഷ് ഇല്ലാണ്ട് ഒന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനൊന്നും എളുപ്പത്തിലുണ്ട് അല്ലേ? ഈസി ഹാൻഡിൽ ചെയ്യാൻ. അതെ അതെ. ഒരു 10 days അല്ലെങ്കിൽ 15 days ട്രെയിനിങ് വേണ്ടിയിട്ട് വിടാൻ പോവാണ്. ഓഫ് ലീഷ് നമുക്ക് 10 days തീരില്ല, 1 month എന്തായാലും വേണം. ഓഫ് ലീഷ് ആണെങ്കിലും ടോയ്ലറ്റിൻ്റെ ഇത് ഓൾറെഡി ഇവൻ ഇങ്ങനെ ശീലിച്ച്, അപ്പോൾ അത് റെഡി ആക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. അതായത് ടോയ്ലറ്റിംഗ് ഉണ്ട്, നല്ല പ്രശ്നം. അത് ഹെയറിൽ കാണുന്നത്. പിന്നെ കുറച്ച് അഴിച്ചുവിട്ട ചാട്ടം മറിച്ചിട്ട് പിള്ളേരുടെ മേത്ത് ചാടുക, കൂടെ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് ഓക്കെ ശരി. പിന്നെ നിർത്തത്തില്ല ഇങ്ങനെ, അതായത് വെറുതെ കുറച്ച് ബാർക്ക് ചെയ്തോണ്ടിരിക്കും. ആരും ഒന്നും കുറേയുണ്ട്, അപ്പൊ ഇത്ര കുറച്ച് വേണ്ട നമുക്ക്. പിന്നെ ഈ പൂച്ചയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എക്സ്ട്രാ ഈ മതിൽ ചാടി പോകുന്നുണ്ടോ? മതില് റോട്ടിലേക്ക് വിളിച്ചാ വരുമോ? വണ്ടി പ്രശ്നമല്ലേ? മെയിൻ റോഡാണല്ലേ? ഗേറ്റ് തുറന്നാലും നമുക്ക് പുറത്തു പോകാൻ പാടില്ല. കയറും. ഓക്കെ. പഴയ ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു? നമുക്ക് അഴിച്ചു വിട്ടാൽ നമ്മൾ കൺട്രോൾ ആയിരിക്കണം. ഈ എനർജി ഇത്ര വേണ്ട അല്ലേ? ചെറിയ പിള്ളേരോട് കളിക്കാനൊക്കെ. ഓക്കെ ഓക്കെ. ഗാർഡിങ് ഒക്കെയാണ്. കുട്ടികളൊക്കെ പ്രശ്നമൊന്നുമില്ല, ആരോടും പ്രശ്നമില്ല. കടി ഇറങ്ങുന്നില്ല, ഈ കുര മാത്രം. ഇപ്പോ ഇതാണ് ഇപ്പൊ ചൂട് കൂടുതലാണ്. ഇപ്പൊ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്കവാറും കൂടിന്റെ മുകളിലാണ് ഈ ഷീറ്റ് ആയിരിക്കും. ഇതിട്ടിട്ട് ഇതിന്റെ മുകളിൽ ആൾക്കാർ പല സാധനം ഇട്ടിട്ടും കാര്യമില്ല. ചൂട് കൂടുതൽ തന്നെ ആയിരിക്കും, കാര്യമില്ല. പരമാവധി ഈ സാധനം ഒഴിവാക്കാൻ നോക്കുക. ഈ അലുമിനിയം ഷീറ്റ് ബെസ്റ്റ് ഇടാതെ തെങ്ങുണ്ട് അല്ലേ? പക്ഷെ ബെറ്റർ ഓടാണ്. ഇതിന് ഓട് വെച്ചാൽ കുറച്ചും കൂളിങ് കിട്ടും. കൂടൊക്കെ നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു സാധനം എന്തായാലും ശ്രദ്ധിക്കണം. ഒരു സ്പേസ് ഉണ്ടല്ലോ, ഫീമെയിൽ നോക്കുന്ന. ഓക്കെ, പിന്നെ നമുക്കൊന്ന് ഇങ്ങനെ പുറത്തിറക്കാം. അങ്ങനെ എങ്ങനെയുണ്ട്? നിങ്ങൾ പുറത്തിറക്കി വരാം, ഒന്ന് ഇറക്കി നോക്കട്ടെ ഞാൻ എന്താ കാര്യങ്ങൾ നോക്കട്ടെ. Good boy. Good boy. Good boy. നടക്കാൻ പറ്റുന്നുണ്ടോ? കൂടെ നടക്കാൻ പറ്റുന്നുണ്ടോ? ലീഷ് പുള്ളിങ് ഉണ്ടോ? ഉണ്ട്. ബ്രഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറവാ. ആരപ്പോ നോക്കുന്നേ? ഓക്കെ. ആള് ഉണ്ടോ? പക്ഷെ നല്ല സ്റ്റൈലായി ആള്. ആ ബ്രഷ് പിടിച്ചോ, പിടിക്കോ? പക്ഷെ ആള് സ്റ്റൈലായിട്ടാ, ലുക്കായി. ഗ്രൂം ചെയ്യണം. ഗ്രൂമിങ് അത്യാവശ്യമാണ്. പിന്നെ ജർമ്മൻ ഷെപ്പേർഡിന്റെ കേളി കുറച്ചും കൂടെ വലുതാക്കാം സൈസ്. കാരണം ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് ഈ രോമം ഭിത്തിയിൽ പറ്റും. അപ്പൊ ആ സമയത്താണ് ഈ ജറ കിട്ടുന്നത്. ഒന്ന് കറങ്ങുന്ന സമയങ്ങളിൽ ഡോഗ് ഒന്നും കൂടി ഫ്രീ ആയി നിൽക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആണ്. പിന്നെ കണ്ണിന്റെ മുകളിലെ കാണില്ല, അത് ആ കൂടിന് മുഖം ഇട്ടിട്ടാവുന്നത്. അത് എങ്ങനെ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖമില്ലേ ഈ ഗ്രില്ലിന്റെ ഇതിന്റെ മുകളിൽ ഇടുന്നതാണ്, ഇട്ടിട്ട് പറ്റുന്നതാണ്. ഈ സ്ക്വയറിന്റെ ഉള്ളിൽ ടച്ച് ആവും. ഇടുന്ന സമയത്ത് ഈ ഭാഗം ടച്ച് ആവും, അങ്ങനെ പറ്റുന്നതാണ്. അതൊന്ന് കൂട്ടിലാക്ക്, ഞാൻ ഇറക്കാതാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നടക്കട്ടെ. ഇതെന്തിനാ താഴത്തെ ഈ പീസ്? നോ, ബാക്ക് ബാക്ക്. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ഇറക്കി വെക്കാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ബാക്കിയുണ്ട് നോക്കാം. ഈ റീച്ച് നമുക്ക് അത്ര ഓക്കെ ആയിരിക്കില്ല, കാരണം അത് പിടിക്കാനൊക്കെ ഒരു ടാസ്ക്കാണ്.
നമ്മളെപ്പോഴും ഫ്ലാറ്റ് ടൈപ്പ് ആണ് ഉദ്ദേശിച്ചത്. അത് പഴയ ഇംഗ്ലീഷ് ആണല്ലേ? അതെ. ഈ ടൈപ്പ് ലീഷ് ആകുമ്പോൾ ഓൾറെഡി കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ കംഫോർട്ട് അതല്ലേ ഇതാണല്ലേ? ഇത് ചുരുങ്ങിയെന്നില്ലേ? ഓക്കെ. കയ്യിലൊതുങ്ങിയില്ലേ? മറ്റേത് അങ്ങനെയല്ലല്ലോ. പക്ഷെ സാധനം ശ്രദ്ധിക്കേണ്ടത് ഈ സാധനം ഉണ്ടല്ലോ, ഇത് എപ്പോഴും വാങ്ങുമ്പോൾ ബ്രാസിന്റെ വാങ്ങാം. ഇത് പൊട്ടി ഇത് ഇവിടെ പൊട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇത് സാധനങ്ങൾ ചിലപ്പോൾ ഇവിടെ പൊട്ടാൻ ചാൻസ് ഇല്ല. നോ ബാക്ക്, നോ സിറ്റ്, നോ ബാക്ക്, സിറ്റ്, നോ സിറ്റ്. ഓർമ്മയുണ്ടെന്ന് തോന്നുന്നല്ലേ? ഓർമ്മയുണ്ട്. നോ no 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 back no 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 sit sit no പെടപ്പനാണ് ഈ ചെയിൻ അത്ര ഓക്കെ അല്ല കേട്ടോ. ആ പീസ് ഉണ്ടല്ലോ മുറിച്ചല്ലോ കേട്ടോ, അത് വേണ്ട. കാലം നോ 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 no sit sit no no sit sit അവനെ മറ്റേ ചെറിയ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അന്ന് കുഞ്ഞല്ലായിരുന്നു. നോ no 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 ചെറിയ റീച്ച് പുള്ളിങ് ഉണ്ട്, നമുക്ക് മാറ്റണം. നോ നമുക്ക് വർക്ക് ചെയ്ത് മാറ്റണം. നോ നോ കേട്ടോ. ഏത് കയറുന്നുണ്ടാ? Sit. No, sit. Down. Down. No. Sit. No. Sit. Sit. ഒന്ന് റീഫ്രഷ് ചെയ്യണം. എല്ലാവരും ഒരു താമസമുണ്ട്. സ്റ്റേ ഉണ്ടായിരുന്നു, സ്റ്റേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യണ്ട ഇപ്പം ഇടയ്ക്ക് ശരിയാ, കുഴപ്പമില്ല. ബാക്കോട്ട് 3-4 ഏക്കർ ഉണ്ട്. അഴിച്ചു വിട്ടേ. അതെ ഒറ്റ ഓട്ടോ അങ്ങോട്ട് വിളിച്ചാ വരും. പക്ഷെ ആ സ്റ്റാർട്ടിങ്ങില് അഴിച്ചു വിടുമ്പോ ഒറ്റ ഓട്ടോ. അതെ ഞാൻ ഓടിക്കുന്നുണ്ട്. അതല്ലേ പീസ് അത് ആ പീസ് കട്ട് ചെയ്തിട്ട് ഇതിനൊട്ടിച്ചോ. ഇപ്പുറത്തല്ലേ സ്പേസ് കൊടുത്ത് കൂടാ. ഞാൻ കൊടുത്തിട്ട് ന്യൂസ് പേപ്പർ വേണം. നമ്മൾ ഇവനെ അയച്ചു വിടുന്നുണ്ട്. നോക്കട്ടെ ഇവൻ എന്താ പ്രശ്നം കാണിക്കുന്നത്. ഏതല്ല കൂട്ടുകാരാൻ അവനെ കയറുന്നല്ലേ? ഓക്കെ മതി. എന്റെ വാള് വെക്കും. അതെന്താ പുറത്ത് അയച്ചു വിടുന്ന ടൈം കിട്ടാനാണോ? അല്ല ടൈം അയച്ചു വിട്ടാൽ അത് പറമ്പില് ചെയ്യൂല, പോവില്ല. കൂട്ടിൽ തന്നെ ചെയ്യും. കൂട്ടില് തിരിച്ചു വന്നിട്ട് നമ്മൾ നേരത്തെ ട്രെയിൻ ചെയ്ത ഡോഗാണ്. അപ്പോൾ അവന് നമ്മൾ 1 മാസത്തെ ലീസ് ട്രെയിൻ ചെയ്ത് പണ്ട് 4 മാസത്തെ. ഇപ്പോൾ അവൻ നമ്മൾ ഓഫ് ലീസിലേക്ക് മാറ്റിയാണ്. ഓക്കെ
നമുക്ക് കാണാം അതിൻ്റെ കാര്യങ്ങൾ ബാക്കി